എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വടയാണ്. ഉഴുന്നും ചോറും മിക്സ് ചെയ്തിട്ടുള്ള ഒരു വടയാണ്. ഉഴുന്ന് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് വെള്ളം ഇല്ലാണ്ട് അരച്ചെടുത്തേക്കുന്നതാണ്. ചോറ് 1 കപ്പ് അരച്ചെടുത്തേക്കുന്നതാണ്. ഉഴുന്ന് 2 കപ്പും ചോറ് 1 കപ്പ്. ഇതിലേക്ക് പച്ചമുളക്, ഉപ്പ്, സബോള 1.5 സബോള ഉണ്ട് ഇതിൽ, ഇഞ്ചി, കറിവേപ്പില, കുരുമുളക്, വറുക്കാനുള്ള ഓയിൽ, കുറച്ച് കായപ്പൊടി. ഇതെങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കാം. ഇതിലേക്ക് ചോറ് മിക്സ് ചെയ്യാം. വെള്ളം അധികം പാടില്ല. ചോറ് വെള്ളം ഇല്ലാണ്ട് അരച്ചിട്ടാണ്. ഒരു സ്പൂൺ വെള്ളം ചേർത്തിട്ടുള്ളൂ. കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചില്ല. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 1.5 സബോള, വലിയ സബോളയാണത്, കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത്, ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ കുരുമുളക്, 2 പച്ചമുളക് ഇതിൽ ചേർത്തുണ്ട്. കൂടാണ്ട് 1/4 സ്പൂൺ കുരുമുളകും ചേർക്കുന്നുണ്ട്. ഇത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കായപ്പൊടി ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. കൈ കൊണ്ട് വേണം നന്നായി മിക്സ് ചെയ്യാൻ. ഇതിൽ ഉപ്പ്, എരിവ് ഇതൊക്കെ ഉണ്ടോ നോക്കണം. മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ്. ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. പാൻ ചൂടാക്കുക. അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇത് ഉരുട്ടിയിട്ട് വട ചെയ്യണോണം കുഴിയാക്കിയിട്ട് ഇതിലേക്കിടുക. സ്റ്റവ് താത്തി വയ്ക്കണം. ഇതുപോലെ ബാക്കിയുള്ളതുണ്ട്. ഇതുപോലെ 5 ഇട്ടുണ്ട്. സ്റ്റവ് ചെറുതായി ചൂടാക്കാം. ഒരു സൈഡ് ആവണ വരെ വെയിറ്റ് ചെയ്യും. സൈഡ് ആയി വരുന്നുണ്ട്. ഇതിൽ സോഡാപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. ഉഴുന്നരച്ചതും ചോറരച്ചതും മാത്രമേ ഉള്ളൂ. പുറം വശം നല്ല മുരുപരിപ്പും ഉൾവശം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒരു സൈഡായിട്ട് തിരിച്ചിടാം. സ്റ്റവ് എപ്പോഴും താഴ്ത്തി വെക്കണം, അല്ലെങ്കിൽ ഉള്ളിൽ വേവുന്നു.
രണ്ട് സൈഡ് ആയുണ്ട്. ഇത് പാത്രത്തിൽ മാറ്റാം, സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതുപോലെ തന്നെ പാർക്കിലൊക്കെ വറുത്തെടുക്കാം. ഇത് വറുത്ത് കോരിയുണ്ട്. ഇനി ഇതിന് വേണ്ട ഒരു ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം. ഇത് നന്നായി അരക്കണ ചമ്മന്തിയല്ല, തരിത്തിരിപ്പായിട്ട് അരക്കണ ചമ്മന്തിയാണ്. ആദ്യം നാളികേരം മിക്സിയിലിടുക. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒക്കെ ഇടുക. ഒരു ചെറിയ ഉള്ളി, കറിവേപ്പില, അത് ചതച്ചെടുത്തതിന് ശേഷം പച്ചമുളക് ഇടുക. ഇതൊന്ന് ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ഉപ്പിടാം. രണ്ട് പച്ചമുളക്, കുറച്ച് പുളിവെള്ളം. പുളി ചതച്ചെടുക്കുമ്പോൾ അതിൽ കിടക്കുക, കാരണം വെള്ളമായിട്ടാണ് ചേർക്കണത്. ഇതൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായി അരക്കണേക്കാട്ടിലും ടേസ്റ്റ് ഇങ്ങനെ ചതച്ചെടുത്ത ചമ്മന്തിയാണ്. അങ്ങനെ നമ്മുടെ വടയും ചമ്മന്തി റെഡിയുണ്ട്. ഇത് പുറത്ത് ഭയങ്കര ക്രിസ്പിയാണ്, ഉള്ളിൽ സോഫ്റ്റാണ്. ഉഴുന്നും ചോറും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഉഴുന്ന് വടയുടെ ടേസ്റ്റ് അല്ല, ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും. ചമ്മന്തി ഇതിൻ്റെ കൂടെ നല്ല ബെസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.